കർണാടകയിലെ അധികാര തർക്കത്തിൽ പ്രതികരണവുമായി ഡി.കെ. ശിവകുമാർ. തനിക്ക് ഗ്രൂപ്പില്ല എന്ന് ഡി.കെ. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉള്ളിൽ തന്നെ പറയും. അതേസമയം സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായിയായ സതീഷ് ചാർക്ക ഹോളി ഡി.കെ. ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കർണാടക വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, ഒരിടത്ത് ബി.ജെ.പി. വരെ ഈ തർക്കം മുതലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇത് എങ്ങനെ പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്? ഡി.കെ. തന്നെ എന്താണ് പറയുന്നത്? ഈ കർണാടകയിലെ അധികാര തർക്കം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി മാറ്റം സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. എം.എൽ.എമാരിൽ പലരും ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് ഡി.കെ. ശിവകുമാറിന്റെ പ്രതികരണം താൻ ഒരു ഗ്രൂപ്പിന്റെയും ആളല്ല എന്നുള്ളതാണ്. നിലവിൽ MLC ഇലക്ഷനാണ് വരുന്നത്. അതിനോടുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നാണ് പറയുന്നത്. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും താനും ചേർന്ന് ഈ വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സിദ്ധരാമയ്യ പക്ഷത്തെ പ്രമുഖ നേതാവും PWD മിനിസ്റ്ററുമായിട്ടുള്ള സതീഷ് ജാർക്കഹോളി കഴിഞ്ഞ ദിവസം ഡി.കെ. ശിവകുമാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ തേടിയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നിലവിലേതായാലും ഈ വിഷയത്തിൽ കർണാടകയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കം നിലനിൽക്കുന്നു എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതു തരത്തിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകും, എപ്പോഴുണ്ടാകും, എങ്ങനെ ഇടപെടുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡിനും വലിയ ധാരണയില്ല എന്നാണ് മനസ്സിലാക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തിയ ഡി.കെ. ശിവകുമാറിനെ കാണാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു ദളിത് മുഖ്യമന്ത്രി കർണാടകയിൽ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രചാരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പൊതുസമ്മത മുഖ്യമന്ത്രിയായിട്ട് വരണം, ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉയരുന്നു. പ്രത്യേകിച്ച് 2015-ൽ ഒന്നാം സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് സിദ്ധരാമയ്യക്ക് പകരം മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹത്തിന് പക്ഷേ MLA-മാരുടെ പിന്തുണ അന്ന് ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നത്. ഏതായാലും അന്ന് ഈ ഇദ്ദേഹത്തെ ഖാർഗെയെ പിന്തുണയ്ക്കാത്തതിൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ശിവാനന്ദ പാട്ടീലൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കർണാടകയിലെ ഈ ഗ്രൂപ്പ് പോര് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണമൊക്കെ വിലക്കിക്കൊണ്ടുള്ള ഒരു കാര്യമൊക്കെ രൺദീപ് സിംഗ് സുർജേവാലയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നെങ്കിൽ പോലും പരസ്യ പ്രതികരണങ്ങൾ ഇപ്പോഴും നിർബാധം തുടരുന്നത് കർണാടക കോൺഗ്രസിനോട്ടും ശിവകുമാർ തനിക്ക് ഗ്രൂപ്പില്ല എന്ന് ഡി.കെ. ശിവകുമാർ പറയുന്നുണ്ട്. പക്ഷേ കർണാടകയിലെ ഈ പോര്, അധികാര തർക്കം അവസാനിക്കുന്നില്ല. ആ പ്രതികരണം മതിയാകില്ല. പാർട്ടിക്കുള്ളിലെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ തന്നെ പറയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കെ.ബി. ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.